കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നിക്ഷേപ തുക തിരികെ നൽകണമെന്ന ആവശ്യവുമായി കൂടുതൽ നിക്ഷേപകർ കോടതിയിൽ. കലൂർ PMLA കോടതിയിൽ ഹർജി നൽകും. തൃശൂർ തെളിയക്കോണം സ്വദേശിയായ സഹദേവൻ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, എത്രയോ പാവങ്ങളാണ് മക്കളുടെ കല്യാണം പോലും നടത്താൻ കഴിയാതെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതിനാൽ കല്യാണം പോലും നടത്താൻ കഴിയാതെ അവസ്ഥയിലെത്തിയത്. ഒപ്പം നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്നുള്ള പണം ആ സമ്പാദ്യ നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്ന ആവശ്യം ആയിട്ട് തന്നെയാണ് കൂടുതൽ പേർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ കോടതിയിൽ വരെ കയറാൻ പോവുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ബിജോയ് എന്ന ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്നും 30 കോടിയുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയത്. അതിനു പുറമെ പിന്നീട് 88 കോടിയുടെ വസ്തുവകകൾ കൂടി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ 32 കോടിയുടെ വസ്തുവകകൾ കൂടി കണ്ടെത്താനുള്ള നടപടികൾ ED ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ടുകെട്ടുന്ന വസ്തുക്കൾ ലേലം ചെയ്ത് അതിൽ നിന്നും തങ്ങളുടെ നിക്ഷേപ തുക, തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ തുക നൽകണം എന്നതാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. ആദ്യം തൃശൂർ സ്വദേശിയായ സഹദേവനാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ പേർ സമാന ആവശ്യവുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ ലേലം ചെയ്ത് കിട്ടിയാലും ഈ നഷ്ടപ്പെട്ട തുകയുടെ ഒരംശം മാത്രമേ കിട്ടുകയുള്ളൂവെങ്കിൽ പോലും അതും ഒരു വലിയ ആശ്വാസമാണ് പലർക്കും ഒരു ജീവിതകാലത്തെ അധ്വാനത്തിൻ്റെ എല്ലാ തുകയും പാർട്ടിയെയും നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ വിശ്വസിച്ച് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിക്കുകയും പിന്നീട് വഞ്ചിതരാകുകയും ചെയ്തവരാണ്. അവർക്ക് നേരത്തെ രജനി പറഞ്ഞതുപോലെ തന്നെ മക്കളുടെ വിവാഹം കഴിച്ചു വിടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചികിത്സാ ചെലവിന് പണമില്ലാതെ നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത്തരമൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോഴും ഒരു നീതിയും നടപ്പാക്കാതെയാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയും മറ്റും മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കേസിൽ ഇത്രയും വസ്തുവകകൾ കണ്ടുകെട്ടിയ സാഹചര്യത്തിൽ അത് ലേലം ചെയ്ത് അതിൽ നിന്നും തൻ്റെ നിക്ഷേപ തുക തിരിച്ചു നൽകണമെന്ന ആവശ്യവുമായി കൂടുതൽ നിക്ഷേപകർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. രജനി, ഒപ്പം തന്നെ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ വിശ്വാസം, തങ്ങളുടെ പാർട്ടിയിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്രയും അധികം തുക നിക്ഷേപിച്ചത് പോലും. അപ്പോഴും ഈ പാർട്ടിക്കാർ തന്നെ, അല്ലെങ്കിൽ CPM പ്രവർത്തകർ തന്നെ ഇവർക്ക് വേണ്ടെന്നുള്ളൊരു ആശ്വാസ വാക്ക് പോലും നൽകുന്നില്ല എന്നാണ് പറയേണ്ടത്. രജനി, ഇതിൽ വലിയ രീതിയിലുള്ള വായ്പാ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിലുപരി കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നു. ആ രീതിയിലെല്ലാം ബാങ്കിലേക്ക് പണം വരികയും അതിലൂടെ ബാങ്കിലെ ഇതിന് നേതൃത്വം നൽകിയിരുന്ന ചില ഭരണസമിതി അംഗങ്ങളെ പോലും കരുവാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം നേടിയത് ചില CPM നേതാക്കളാണ് എന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ. അത്തരത്തിൽ ആ നേട്ടം കൊയ്തവരാണ് എല്ലാവരെയും ചതിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ ഇഡിയുടെ അന്വേഷണത്തോട് പോലും വിമുഖത കാട്ടി അതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ, ഇല്ലെങ്കിൽ അവർക്ക് നീതി നേടിക്കൊടുക്കാൻ മറ്റ് ഒരു ആശ്രയവുമില്ല. ഇപ്പോൾ എല്ലാ പ്രതീക്ഷയും EDയോടും ഈ നിയമ നടപടികളോടും മാത്രമാണ് ഈ നിക്ഷേപകർക്കുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ED കണ്ടുകെട്ടിയ പണത്തിൽ നിന്നും തങ്ങളുടെ നിക്ഷേപ തുക, ഇല്ലെങ്കിൽ അതിലൊരു വിഹിതമെങ്കിലും തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് പൂർണ്ണമായും ഇവരുടെ വേദനകളെയെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള സമീപനം CPM സ്വീകരിച്ചിട്ടുള്ളതും. രജനി.